മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തിരിച്ചെത്തുന്ന പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുറന്നു പറയുന്നു. ഇത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ഈശ്വര, നീ പോയപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന്. അങ്ങനെ മോഹിനി ആവട്ടെ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഭയമാണ് തോന്നുന്നത്. അതായത് കണ്ണൻ നടന്നു തുടങ്ങിയോ എന്നറിയാനുള്ള പരിശ്രമം ഇവർ തുടങ്ങി കഴിഞ്ഞു എന്ന് ആ മോഹിനിക്ക് ബോധ്യപ്പെടുകയാണ്. പിന്നീട് പ്രതാപൻ പറയുന്നുണ്ട്, നമുക്ക് ആ ക്ഷേത്രത്തിലെ പൂജയോടൊന്ന് ചോദിച്ചാലോ? നല്ല ആളോടെ ചോദിക്കാൻ പോകുന്നത്. ആ മഹാലക്ഷ്മിയും കണ്ണനും ഒക്കെ ദൈവത്തിന്റെ അവതാരമാണെന്നാ അയാൾ അന്ന് പറഞ്ഞത്. പിന്നെ ആ അവതാരം പറയുമോ കണ്ണൻ നടക്കാൻ തുടങ്ങിയ കാര്യം? എടാ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവനിപ്പോ നടക്കാനും കൂടി തുടങ്ങിയ ഒരു കുഞ്ഞായി. പിന്നെ ആ മഹാലക്ഷ്മിക്ക് മറ്റെന്താ ഒരു കുറവുള്ളത്? കുഞ്ഞ് നടക്കാൻ തുടങ്ങിയ ഭർത്താവ്, പൂത്ത കാശും പിന്നെ ഉദ്യോഗവും. നമ്മുടെ മോള് ആ ഭാഗ്യവതിയെ കണ്ട് കണ്ണ് തള്ളി വെള്ളം ഇറക്കിയിരിക്കത്തേ ഉള്ളൂ. പിന്നെ അവൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അവൾ നമ്മളെ തിന്ന് കളയുമെന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്തായാലും സമാധാനപ്പെടും, നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം. അങ്ങനെ അവിടേക്ക് മോഹിനി വരികയാണ്. ആ ഒരുങ്ങി ചമഞ്ഞ് വരുന്നുണ്ടല്ലോ, ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ടോടി. നിങ്ങൾ പറയേണ്ടത് കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ആ എങ്കിലേ നീ പോയിട്ട് വാ. അമ്പലത്തിലേക്ക് എന്തിനാ പോകുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിന്റെ മോളേക്കാൾ കൂടുതൽ പ്രായം കുറഞ്ഞത് വരുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ മോളേതാ അമ്മ ഏതാന്ന് പോലും അറിയില്ല. മാത്രമല്ല മൂത്ത മകളുടെ ജീവിതം സേഫ് ആയതിൽ നിന്റെ മുഖത്ത് ആ തിളക്കമൊക്കെ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്ത് ആ തിളക്കമൊന്നും കാണാൻ ചാൻസ് ഇല്ല. മൂത്ത മകളുടെ ഇതുപോലെ തന്നെ ചെറിയ മകളും മരുമകനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ചിന്തിക്കാനും തുടങ്ങുകയും പിന്നെ നിങ്ങളുടെയൊക്കെ ഇതുപോലെയുള്ള ദുഷിച്ച സംസാരം മാറുകയും ചെയ്യുന്ന സമയം മാത്രമേ എൻ്റെ മുഖത്ത് തെളിച്ചുണ്ടാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവളുടെ ഒരു അഹങ്കാരം കൂടി പോയി അമ്പലത്തിലെ ആളുകൾക്ക് ദർശനം കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ നിന്നും വിട്ടയക്കുകയാണ്. അങ്ങനെ പ്രതാപം പറയുന്നുണ്ട്, അമ്മ സമാധാനപ്പെട്, എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല എന്നൊക്കെ. പിന്നീട് ഭക്ഷണം കഴിക്കാനായിട്ട് കണ്ണനും മഹിയും വരുന്നുണ്ട്. കരുണയാണെങ്കിൽ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കണം. അങ്ങനെ വിളമ്പി തരാനായിട്ട് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് ഉണ്ണിയും ദുർഗയും വരുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് കരുണ വിളമ്പാൻ നിൽക്കുമ്പോൾ മോൾ എന്തായി ചെയ്യുന്നത്? എടി, ഭക്ഷണം ഉണ്ടാക്കി തന്നത് പോരെ, വിളമ്പി കഴിക്കാൻ നിനക്ക് വയ്യെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ കരുണ വിളമ്പിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? എങ്കിലേ മോളൊരു കാര്യം ചെയ്യ്, വാരി കൂടി കൊടുക്ക്. അതിപ്പോൾ എന്തായാലും വേണ്ട, പക്ഷെ ഞാൻ പറഞ്ഞ കരുണ വാരി തരുമെന്ന് മഹി പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് അമ്മയും ഉണ്ണിയേട്ടനും ഇപ്പൊ തൽക്കാലം ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് കരുണയാണെങ്കിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. പിന്നീട് കണ്ണൻ പറയാണ്, മതി മതി, നീയും കൂടി ഇരിക്കേ. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. മഹി ഭക്ഷണം കഴിക്കാനായിട്ട് പോകുമ്പോൾ മഹി കഴിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ണനാണ് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. വിശ്വാസമില്ലെങ്കിൽ എന്തിനാണ് ആ പാചകം ചെയ്യുന്നവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണനാണെങ്കിൽ അത് മെയിൻ ചെയ്യാതെ കണ്ണൻ കഴിച്ചതിന് ശേഷം മാത്രം മഹിയോട് കഴിക്കാനായിട്ട് പറയുന്നു. പിന്നീട് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയും ദുർഗയും കൂടി സംസാരിക്കുന്നുണ്ട്. എന്തായാലും മോൾക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്ത് പ്രശ്നം? അവളുടെ അച്ഛൻ്റെ ബാധ ഒഴിഞ്ഞു പോയല്ലോ. അപ്പൊ പിന്നെ ഇവളുടെ ദേഹത്തായിരിക്കും കയറിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ കരുണ എന്തിനെയോ ഭയക്കുന്നുണ്ട്. കരുണയെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുമല്ലെങ്കിൽ കരുണ എന്തോ ഒരു നാടകത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ അറിയാത്ത എന്തോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മയെന്നൊക്കെ ഉണ്ണി പറയുമ്പോൾ ശരിയാടാ, എനിക്കും അങ്ങനെ തോന്നി. എന്തായാലും അമ്മയ്ക്ക് റെസ്റ്റ് ആയല്ലോ, അവള് പണിയെടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ മോളെ പണിയെടുപ്പിച്ചിട്ട് എനിക്ക് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ ആകെ ഒരു അസ്വസ്ഥതയാണ് തോന്നുന്നത് എന്ന് ദുർഗ പറയുന്നു. എന്തായാലും അമ്മ ഒരു കാര്യം ചെയ്യേ, അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ നോക്കുന്ന പറയുമ്പോൾ അവളോട് ചോദിച്ചിട്ട് കാര്യമില്ല, മുത്തശ്ശി ഒന്ന് വിളിക്കാം, എന്നിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കാം, മോൾക്ക് എന്താ പറ്റിയതെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ വീണ്ടും എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് മഹി ആവട്ടെ ലേഖയെ വിളിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചോ എന്ന് ലേഖ ചോദിക്കുമ്പോൾ പിന്നെ കഴിക്കാതിരിക്കുമോ എന്ന് മഹി ചോദിക്കുന്നു. അല്ല, ഞാനാണെങ്കിൽ ഇവിടെ നേരത്തിന് കഴിപ്പിക്കും. അവിടെ ഇപ്പോൾ ആരാ? ഇവിടെ എൻ്റെ ഭർത്താവില്ലേ, കണ്ണേട്ടൻ. കണ്ണേട്ടൻ ഭക്ഷണം എന്നെ നേരത്തിന് തന്നെ കഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 2 ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇവിടുത്തെ ഒരാൾക്ക് ചിട്ടകളും മട്ടുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടേ ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനിടയിൽ അമ്മയും കുഞ്ഞും സേഫായിട്ട് ഇരിക്കണമെന്ന് ലേഖ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അതൊന്നും പേടിക്കണ്ട, ഞാനങ്ങ് വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഹി ഫോൺ വെക്കുകയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ മാർക്കോയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. പ്രതാപൻ ഇപ്പോൾ ഞാൻ നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ആ സംശയം ഒന്ന് മാറ്റി കൊടുക്കണമല്ലോ സാറേ എന്ന് മാർക്കോ തിരിച്ചു പറയുന്നു. അതെ, ശരിയാണ്, ആ സംശയം മാറ്റി കൊടുക്കണമെന്ന് അനന്ത് പറയുകയാണ്. എന്നാലും ഞങ്ങൾക്ക് ചുറ്റിലുള്ളവർ എന്തിനാ ഞങ്ങളുടെ സമാധാനം കളയാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മറ്റാർക്കും എത്തിച്ചേരേണ്ട സമ്പത്ത് അവർക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനെ മെയിൻ കാരണക്കാരൻ സാർ തന്നെയാണെന്ന് മാർക്കോ പറയുന്നു. ഞാൻ എന്ത് ചെയ്തതാ? അത് ഒരു പണിയും എടുക്കാതെ എന്തിനാ ഈ 3 പേരുടെ അക്കൗണ്ടിലേക്കും കറക്റ്റായിട്ട് സാലറി എത്തിച്ചു കൊടുക്കുന്നത്?
അത് പിന്നെ എൻ്റെ തീരുമാനമല്ല, മഹിയുടെ തീരുമാനമാണെന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, നീ എന്താണോ തീരുമാനിക്കുന്നത് അതിൽ കൂടെ നിൽക്കുന്നവളാണ് മഹി, അതുകൊണ്ട് ഇനി മുതൽ സാലറി കൊടുക്കരുത്, അതിനോടൊപ്പം അയാൾ നിന്നോളും. പിന്നെ ഈ ഇന്നോ നാളെ എന്ന് പറഞ്ഞു നടക്കുന്ന ആ മേഘനാഥൻ സാലറി കിട്ടാതെയാകുമ്പോൾ നട്ടം തിരിയണം. അവനും അവൻ്റെ അമ്മ, അച്ഛൻ വാമദേവനും എല്ലാവരും നട്ടം തിരിയണം. പിന്നെ നിന്റെ അനിയൻ നീയും. അപ്പോഴേ അവനൊക്കെ പഠിക്കുള്ളൂ. എന്തായാലും ഈ പ്രതാപന്റെ സംശയം ഒന്ന് മാറ്റി കൊടുക്കണമെന്ന് മാർക്കോ തീരുമാനിക്കുകയാണ്. അങ്ങനെ പ്രതാപൻ എന്തൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ മാർക്കോയാണെങ്കിൽ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പ്രതാപനെ വിളിക്കുന്നുണ്ട്. സാർ എത്രയും പെട്ടെന്ന് കടപ്പുറത്തേക്ക് വരണം, ഇവിടെ സാറിന്റെ മൂത്ത മരുമകനെയും ഭാര്യയുടെ കൈ പിടിച്ച് നടക്കുന്നു. എന്ത് മൂത്ത മരുമാനോ? അവൻ ഞാൻ മരുമാനായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ നീ എന്താ പറഞ്ഞു, കൈ പിടിച്ച് നടക്കുന്നതെന്നോ? അതെ സാറേ, ഇവിടെ വന്നാ ഇപ്പൊ കാണാം. എങ്കിൽ നീയേ ഒരു ഫോട്ടോ എടുത്ത് അയക്കേ. ഓ പിന്നെ എനിക്കിപ്പോ അതല്ലേ പണി, സാർക്ക് വേണമെങ്കിൽ ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോയെന്നിങ്ങനെ മാർക്കോ പറയുന്നു. അങ്ങനെ വിളിച്ചത് മാർക്കോയാണെന്ന് അറിയാതെ പ്രതാപനാണെങ്കിൽ കാര്യം മുത്തശ്ശിയോട് പറയുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, എടാ എങ്കിൽ എത്രയും പെട്ടെന്ന് ചെല്ലാൻ നോക്ക്, എന്നിട്ട് സത്യമാണോന്ന് നോക്കെന്ന് പറയുമ്പോൾ, അമ്മയെ വിളിച്ചത് ആരാണെന്ന് അറിയില്ല, വല്ല ട്രാപ്പാണെങ്കിലോ? എടാ ചെല്ലാൻ നോക്ക്, ചിലപ്പോൾ സത്യമാണെങ്കിലോ, നമ്മളറിയുന്ന ഏതെങ്കിലും പരിചയക്കാരാണെങ്കിലോ പേര് വെളിപ്പെടുത്താതെ വിളിച്ചതായിരിക്കുമെന്ന് പ്രതാപനോട് പറയുകയാണ്. ആ എങ്കിൽ ശരി, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ ഇറങ്ങുന്നുണ്ട്. കടപ്പുറത്ത് ചെന്ന് അയാളാണെങ്കിൽ എല്ലാവരെയും നോക്കുന്നുണ്ട്, ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല. അങ്ങനെ കാറിനടിയിലേക്ക് തിരിച്ചു വന്ന് പ്രതാപൻ കടലിൽ നോക്കി നിൽക്കുന്ന സമയത്താണ് മാർക്കോയാണെങ്കിൽ പുറകിൽ നിന്നും പ്രതാപന്റെ തോളിൽ കൈവയ്ക്കുന്നത്. പ്രതാപനാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മാർക്കോ. ആ ഒരു കാഴ്ച കണ്ട പ്രതാപനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു ട്രാപ്പാണെന്ന്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.